ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നമുക്ക് ദാഹത്തിന് ക്ഷീണത്തിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാം നമുക്ക്. അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇങ്ങോട്ട് ചൂടാക്കിയെടുക്കുക. എണ്ണയും നെയ്യൊന്നും ഒഴിക്കാതെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്നിങ്ങോട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം. അങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് ജ്യൂസിന് വേണ്ടത് അതുപോലെ നല്ല പഴുത്ത പപ്പായ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പപ്പായൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ പപ്പായ എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണല്ലോ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെ ഉണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറൊരു ഇതും കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഇത് മുറിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളെ പപ്പായൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അതുപോലെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നല്ലോണം വേവിച്ചെടുത്തതാണ്. അപ്പോൾ ക്യാരറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ലോണം വേവിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ആ ക്യാരറ്റിൻ്റെ ആ പച്ചച്ചവ ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവും നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നല്ലോണം വേവിച്ചെടുത്താൽ അത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നല്ലോണം വേവിച്ചിട്ട് ഇതൊന്നങ്ങോട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അതവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ പപ്പായ മുറിച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏലക്കായും പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ചെറിയ ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ലൂസിൽ വേണമെങ്കിൽ അങ്ങനെ ഇത് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുന്തിരിയും കറുപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണ് ഉള്ളൂ വെച്ചെങ്കിൽ അത് നമുക്കിതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 മുന്തിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചല്ലോ അണ്ടിപ്പരിപ്പ്, അതിങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പൊടിച്ച്, നല്ലോണം പൊടിച്ചണ്ട, ചെറുതായിട്ടൊന്നിങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടോ. നല്ല അടിപൊളി ജ്യൂസാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.